ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സൂരജ്, ഇന്നൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട്, അതായത് നമുക്കിന്ന് സ്ക്രീനിൽ വരാൻ ആഗ്രഹമില്ലാത്ത ആരും തന്നെ ഇല്ല. 99% ആൾക്കാർക്കും അഭിനയിക്കണം, സിനിമയിൽ വരണം, സ്ക്രീനിൽ വരണം ആഗ്രഹം ഉണ്ടാവും. സിനിമയിലേക്ക് വരാൻ സാധിക്കാത്ത ആൾക്കാർ ഇപ്പോൾ ട്രൈ ചെയ്യുന്നത് റിയാലിറ്റി ഷോ, TV പ്രോഗ്രാംസിൽ എങ്ങനെയെങ്കിലും സ്റ്റാർ ആകുക. പക്ഷെ അതിനു വേണ്ടിയിട്ട് കുറേയധികം ഹാർഡ് വർക്ക് ഉണ്ട്. പാട്ട് പഠിക്കണം, പാട്ട് പ്രാക്ടീസ് ചെയ്യണം, ഡാൻസ് പഠിക്കണം, ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ ഇതൊന്നുമല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഫെയിം ആവാൻ സാധിക്കുന്ന ഒരു ഷോയാണ് നമ്മുടെ ഷോ. ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. Boing, 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 boing. വീട്ടമ്മമാർക്കും കോളേജ് സ്റ്റുഡൻസിനും എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ട് ഫെയിം ആവാൻ പറ്റും. ഇവിടെ വന്ന് അവരുടെ പെർഫോമൻസ്, അതുപോലെ അവർ ഒരു ദിവസം അങ്ങ് പൊളിക്കുകയാണ്. അവരുടെ തമാശകൾ, അവരുടെ വീഴ്ചകളൊക്കെ അവരെ സ്റ്റാർസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ബോയിങ് ബോയിങ്ങിന്റെ ഓരോ എപ്പിസോഡിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ മെസ്സേജും അതുപോലെ നിങ്ങളുടെ പ്രൊഫൈലും ഒരെണ്ണം പോലും ഞങ്ങൾ മിസ് ചെയ്യാറില്ല, എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നാണ് നിങ്ങളെ പോലുള്ള കുറേ ആൾക്കാരാണ് ഇന്നും പതിവ് പോലെ വന്നിരിക്കുന്നത്. ഇതുപോലെ മെസ്സേജ് അയച്ച്, പ്രൊഫൈൽ അയച്ച്, അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രേക്ഷകരിൽ നിന്ന് വന്നിട്ടുള്ള ചുണക്കുട്ടികളാണ്. സോ വെൽക്കം ടു സ്മാർട്ട് ഗേൾസ് ഫ്രം ടീം എ ആൻഡ് ടീം ബി. ടീം എയിൽ നിന്ന് ആദ്യം പരിചയപ്പെടുന്നു നീതു. വെൽക്കം. നീതു, എവിടുന്നാ വരുന്നേ? ഞാൻ എറണാകുളം. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ വർക്ക്. അതായത് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ജോലി കൊടുക്കുന്ന അത്യാവശ്യം എല്ലാവർക്കും ഇല്ല, സെക്യൂരിറ്റീസിന് മാത്രമേ ഉള്ളൂ. സെക്യൂരിറ്റീസിന് മാത്രമേ ജോലി കൊടുക്കാറുള്ളൂ. എവിടത്തേക്കാണ്? ഗൾഫിലേക്കാണോ? അല്ല, മൂന്നാറിലേക്കാണ്. നീതു ബോയിന്റെ ഷോ കാണാറുണ്ടോ? കാണാറുണ്ട്, സ്ഥിരമായിട്ടാണ്. എന്താണ് നമ്മുടെ ഷോയെ കുറിച്ചുള്ള അഭിപ്രായം? എനിക്ക് ഈ ഷോ കാണുമ്പോ ഈ ഗെയിംസിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഈ ആദ്യം സെലിബ്രിറ്റീസ് വന്ന് മത്സരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ, അയ്യോ ഞങ്ങൾക്ക് ഇതിനൊരു അവസരം കിട്ടുന്നില്ലല്ലോ, എന്താണ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? വേദനിച്ചിരുന്നു, ആ വേദന ഞങ്ങൾ കേട്ടു, അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അടുത്ത ടീം എയിൽ നിന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിത്യഹരിത നായിക, നിത്യ വസന്തമായി ബോയിൽ വന്നിരിക്കുകയാണ്. നിത്യ, വെൽക്കം. നിത്യ എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നത് കൊച്ചിനിലാണ്, വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത്. നിത്യയും നീതും തമ്മിൽ ഫ്രണ്ട്സ് ആണല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരുമിച്ച് പഠിച്ചതാണ്. നീതു റിക്രൂട്ടിംഗ് ആണ്. നിത്യ എന്താ ചെയ്യണേ? ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അടുത്ത ആളെ പരിചയപ്പെടാം. കുട്ടിക്കാകെ മുഖവും പല്ലും മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊന്നും ഞാൻ കാണില്ല. കംപ്ലീറ്റ് മുടിയൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മുഖം നമുക്കൊന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ കുട്ടിയുടെ പേരാണ് ശാലിനി. ചെന്നൈയിൽ പഠിക്കുന്നു, കോയമ്പത്തൂരാണ് വീട് അല്ലേ? മലയാളം തെരിയുമാ? ഇവർക്ക് തമിഴ് കൊഞ്ചം കൂടെ தெரியாது. அப்ப தமிழ் தெரியுமா? நான் சொல்ற தமிழ் புரியுதா? அப்போ நான் நல்லா தமிழ் படிச்சிட்டேன். வா தொடர்ந்து பேசம்மா. என்ன படிச்சிட்டு இருக்க? ലോ കോളേജ് പഠിക്കാണ്. LLB പിന്നെ എതുക്ക് പഠിക്കറേ? பேசாம எப்படி? அல்லல்ல, LLB உங்களை எதுக்கு படிக்கற? பேசாம இருந்தா பின்ன இதுக்கு என்ன யூஸ்? ആ കുട്ടിക്ക് எப்போ பேசுவா? ഫ്രണ്ട്സിനിടയിൽ പേസുവാ. இது காதுல போயிட்டு இந்த லோய்க்கு இந்த அந்த மாதிரி தான் பேசுவோம். ടച്ച് കേട്ടാ പേസുവാ. அப்படியா? ടീം എ പരിചയപ്പെട്ടിട്ട് ടീം ബിയിലേക്ക് പോകുമ്പോൾ ടീം ബിയിലെ 3 പേരും ചങ്ങാതിമാരാണ്. അവരൊരു സിനിമയുടെ സെറ്റിൽ നിന്ന് തമ്മിൽ പരിചയപ്പെട്ട ആൾക്കാരാണ്. അതിൽ 2 പേര് ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരാണ്. ഒരാള് ഇപ്പൊ അവരുടെ കൂടെ ചേർന്ന ആളാണ്. ആദ്യത്തെ ആളെ ഞാൻ പരിചയപ്പെടുത്താം. ദാറ്റ് ഈസ് വിദ്യ. ഏത് സിനിമയുടെ സെറ്റിൽ വെച്ചാ പരിചയപ്പെട്ടത്? എന്താ പഠിക്കണേ? ഞാനിപ്പോ BA കഴിഞ്ഞു. എവിടുന്നാ കഴിഞ്ഞേ? മഹാരാജാസ് എറണാകുളം മഹാരാജാസിൽ പഠിക്കുന്ന ഒരു താരാണ് വന്നിട്ടുള്ളത്. മഹാരാജാസിലെ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഒരു സ്പെഷ്യൽ ഹായ്. അപ്പൊ അതിന്റെ കൂടെ ചോദിക്കട്ടെ, മഹാരാജാസിൽ പഠിക്കുന്നു പറഞ്ഞു. ഈ കേരളത്തിലുള്ള ഒരുവിധം എല്ലാ വിദ്യാർത്ഥികളുടെയും വലിയൊരു സ്വപ്ന ക്യാമ്പസ് ആണ് മഹാരാജാസ് അല്ലെ? എങ്ങനെയുണ്ട് മഹാരാജാസിലെ ആ ഒരു അന്തരീക്ഷം? പഠിച്ച് ഇറങ്ങിയ ഒരാളെന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ്. അവിടെ തന്നെ PG എടുത്താൽ കൊള്ളാറുണ്ട്. എന്ത് പിന്നെ എടുക്കാച്ച കിട്ടാച്ചില്ലേ? കിട്ടാത്തോണ്ടല്ലേ? മാർക്ക് വേണേ. എനിക്കറിയാം. അവിടെ എന്തായാലും മാർക്ക് കിട്ടില്ല. ഇവിടെ കുറച്ച് മാർക്കുകളുടെ കളിയാണ്. അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ സമ്മാനങ്ങൾ ഒരുപാടുണ്ട്. ഇനി ടീം ബിയിൽ നിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ദാറ്റ് ഈസ് പൂജ. അപ്പൊ എവിടെ പഠിക്കുന്നേ? ഞാൻ കാലിക്കറ്റ് കോപ്പറേറ്റീവ് കോളേജിൽ. പൂജ ബോയിങ് ഷോ കാണാറുണ്ടോ? കാണാറുണ്ട്. ഈ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമാണ്, അങ്ങനെയാണോ പൂജയ്ക്കും? എനിക്ക് നല്ല താല്പര്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു ഷോയിൽ വരുമ്പോൾ നിങ്ങളിപ്പോ കുറെ ആൾക്കാരുടെ ഇടയിൽ പരിചയമാവാൻ പോവുകയാണ്, എന്താണ് ആ ഒരു ഫീൽ? ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും കാണാൻ പറ്റിയതില്. ആരെ കാണാൻ പറ്റിയെന്ന്? ദീപക്കേട്ടനല്ല, ദീപൻ ചേട്ടൻ. പേര് പോലും തെറ്റിക്കാൻ പാടില്ല. ചിലപ്പോ ദീപൻ ഇത് കഴിയുമ്പോഴേക്ക് സിനിമയിൽ എടുക്കും കേട്ടോ. അന്നേരം പിന്നെ തെറ്റിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ ദീപുവേണ്ട സീരിയലൊക്കെ കാണാറുണ്ട്. പൂജ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അടുത്ത ആളെ പരിചയപ്പെടാം. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ ഒരു നടിയുടെ പേര് അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡന്റിന്റെ പേര് ചിഞ്ചു. എന്താ പഠിക്കുന്നത്? ഞാൻ ഡിഗ്രിക്ക്. എന്താ സബ്ജക്ട്? BA സോഷ്യോളജി. BA സോഷ്യോളജി. സോഷ്യോളജിയിൽ എന്തൊക്കെയാ പഠിപ്പിക്കുക? അയ്യോ, ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞു. ചിഞ്ചു, നമുക്ക് എന്തായാലും ഈ സൈലൻസ് ഒന്നും ഇവിടെ വേണ്ട. നമ്മൾ സ്മാർട്ടായിട്ട് മത്സരിക്കുക, ജയിക്കുക. പക്ഷെ ജയിക്കേണ്ടത് ടീം എ ആയിരിക്കണം.
കേട്ടല്ലോ ഏത് ടീമാ ജയിക്കണ്ടെന്ന് പറഞ്ഞത്? ടീം ബി. ടീം ഇതെന്താ ഇങ്ങനെ ഉറങ്ങിക്കോ? ഞാൻ ഉറക്കെ പറ, ഏത് ടീമാ ജയിക്കുക? ടീം ബി. ഉറക്കെ. ടീം ബി. അവിടെ അതുണ്ടാവണം. അത് എവിടുന്നെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അടിയ കിട്ടുമല്ലോ. മൂവിംഗ് ഓൺ ദ ഫസ്റ്റ് ഗെയിം, ദാറ്റ് ഈസ് നേരെ വാ നേരെ പോ. നേരെ വാ നേരെ പോ ഗെയിമിന്റെ കുറച്ച് ആചാരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു കോൺ കാണാം. ഈ കോണിൽ ഇവിടെ നേരെ വരിക, വന്നതിന് ശേഷം കൈയുടെ മുഷ്ടി ഇവിടെ വെക്കുക, ഒരു കൈ പുറകിൽ വെക്കുക, എന്നിട്ട് നേരെ ഒരു 10 ടൈംസ് ഇതിൽ തല വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുക, ക്ലോക്ക് വൈസ് ചുറ്റുക. ചുറ്റി കഴിയുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മൾ മൊത്തത്തിലൊന്ന് ചുറ്റും. അതിനുശേഷം ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവുക. അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് നമ്മുടെ കളർ ബോൾ, അതായത് ടീം എയുടെ ബോൾ ബ്ലൂ ആണ്, ടീം ബിയുടെ ബോൾ റെഡ് ആണ്. ബ്ലൂ ബോൾ ടീം എ ആണെങ്കിൽ അത് എടുത്തിട്ട് ബാസ്കറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ എണ്ണം ബാസ്കറ്റ് ചെയ്യുന്ന ടീമിന് അതിന് കണക്കായിട്ടുള്ള സ്കോർ കിട്ടും. ബോയിങ് ബോയിലെ ആദ്യ മത്സരം നേരെ വാ നേരെ പോയിൽ മത്സരിക്കാൻ ടീം എയിൽ നിന്ന് വരുന്നു നീതു. നീതു നീതു ആദ്യം നീതുവിനെ വിളിക്കുന്നതിന് പറഞ്ഞു എനിക്ക് ഡാൻസ് ഒന്നും അത്ര അറിയില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. സൂര്യചേട്ടനെ കണ്ട പഠിച്ചത്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഇത് പറയുന്നത്. ഞാൻ എന്നും കുട്ടിയെ ഓർമ്മിക്കും എന്റെ മനസ്സിൽ. ബാക്ക് ടു ഗെയിം. നമ്മുടെ മത്സരം നേരെ വാ നേരെ പോ. ഇവിടുന്ന് നേരെ പോകാനും വരാനൊക്കെ പറ്റും ദൈവത്തിനറിയാം, കണ്ടറിയാം. Your time starts now. 3, 2, 1, go. 1, 2, 3, 4, 5, 6, 7, 8. Okay. Yes, go straight. ശ്രദ്ധിച്ച്. Second. Wow, very good. Good job. Very good. Last 3 chance. 4. Stop. Good job. ശ്രദ്ധിച്ച്. 5. Last chance. ഇവിടുന്ന് ചുറ്റി പോകുമ്പോ എന്തായിരുന്നു ഫീൽ? ബാലൻസ് ചെയ്യാൻ പറ്റണില്ല. ബാലൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ ചെന്നിട്ട് ബോൾ എടുക്കും ബാലൻസ് ആയോ? പിന്നെ എന്തുകൊണ്ട് കുട്ടി ആ ബോൾ കറക്റ്റ് ആയിട്ട് ഇട്ടില്ല? കുട്ടി എന്റെ ഫാനാണെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വീണില്ല. വീണില്ല. ആഗ്രഹം മാത്രം വെച്ചിട്ട് കാര്യമില്ല. ആഗ്രഹമുള്ള ആൾക്കാരെ വീഴ്ത്തണം കുട്ടി. ഇവിടെ എത്ര ബോൾ ഇട്ടു? 6 ബോൾ തന്നു. ഒരു ബോൾ ഇട്ട് എത്ര പോയിന്റ് കിട്ടി? 20. 6 ചാൻസ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഒരു ബോൾ ഇട്ട് 20 പോയിന്റ്. എന്തായാലും മൈനസ് ഒന്നും മേടിച്ചില്ല, കുട്ടിക്ക് 20 പോയിന്റ് കിട്ടിയാണ്. നല്ലൊരു കൈ കൊടുക്കാം. ഗുഡ് ജോബ്. ടീം എയിൽ നിന്ന് വരുന്നു നിത്യ, പ്ലീസ് കം. നിത്യ, ഒരു കാര്യം മനസ്സിലായി, സൂര്യൻ നോക്കിയല്ല ഡാൻസ് പഠിച്ചത്. കുട്ടി നിത്യജീവിതത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പഠിച്ചത്. ഈ വെള്ളമില്ലാതെ നീന്തുന്ന സ്റ്റെപ്പാ കളിച്ചത്. വെള്ളമില്ലാതെ ഇങ്ങനെ നീന്തോ? പക്ഷേ ഈ എനർജി വേണ്ടത് ഇവിടെയാണ്, മനസ്സിലായല്ലോ. ആ കുട്ടി വന്ന് 20 പോയിന്റ് വാങ്ങിച്ചിട്ട് ഇവന്റെ വായിരിക്കുന്ന അത്രയും ഞാൻ കേട്ടു. ഇനി എത്ര പോയിന്റ് എടുക്കും? മാക്സിമം നോക്കുക. പോയിന്റ് എടുത്ത് തിരിച്ചു വരിക. ഓൾ ദ ബെസ്റ്റ്. മാക്സിമം നോക്കിയാൽ മതി, എടുക്കണ്ട. Your time starts now. 3, 2, 1, go. 1, 2, 3, 4, 5, 6, 7,
8. Yes, go. One, 2. Oh, good job. Yes, last chance. Yes, good job. ടീം എയിൽ നിന്ന് നിത്യ നേടിയിരിക്കുന്നത് 40 പോയിന്റ്സ് ആണ്. 2 ബോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ടീം എയിൽ നിന്ന് നെക്സ്റ്റ് വരാൻ പോകുന്നു ശാലിനി. ശാലിനി പ്ലീസ് കം. இதுக்குள்ள யாராவது இருக்கா? இல்ல. அல்ல தெரியாது, அதுக்கு மூடி வச்சிருக்கே. വരൂ. ശാലിനി, your time starts now. 3, 2, 1, go. Speed. ശാലിനി, speed. I 2. I 3. I 4. I 5. I 6. I 7. So 8. 8. Go. Go. ശ്രദ്ധിച്ച്, careful. Oh, Wow. good job. Last three. Yes, Wow. good job. 4. Yes, 5. Last chance. 6. Done. How was the experience? ஜாலியா இருந்துச்சு. நான் ஒரு அட்வைஸ் பண்ணட்டேன். உங்கள்ட்ட பெர்ஃபார்மன்ஸ் பார்த்ததுல இருந்து தெரிஞ்சது. நேரத்தை நம்ம முடிய பத்தி பேசல. நீங்க எப்பவுமே இப்படி போட்டுட்டு இருக்கு. அது ரொம்ப பண்ணியா இந்த கழுத்து வெளியில இருக்கு. அது பார்த்து பண்ணுங்க. Okay. ശാലിനി, ടീം എക്ക് ശാലിനി വഴി കിട്ടിയിരിക്കുന്നത് 40 പോയിന്റ്സ് ആണ്. വെരി ഗുഡ്. നല്ലൊരു കൈയടി. ബോയിലെ ആദ്യ മത്സരം നേരെ വാ നേരെ പോ. ടീം എ മത്സരിച്ച് കഴിയുമ്പോൾ ടീം എക്ക് കിട്ടിയിരുന്നത് 100 പോയിന്റ്സ് ആണ്. ഇനി ടീം ബി കളത്തിലിറങ്ങാനുള്ള സമയം. അതിനിടയിൽ നിങ്ങളൊന്ന് കാത്തിരുന്നേ മതിയാവുള്ളൂ. ദിസ് ഇസ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക് ടു ദി ഷോ. ദിസ് ഈസ് ബോയിങ്ങില് ആദ്യത്തെ റൗണ്ടില് ടീം എയുടെ പ്രകടനം കഴിഞ്ഞു. ഇനി ടീം ബിയുടെ ടൈമാണ്. വെൽക്കം ടീം ബി. ടീം ബിയിൽ നിന്ന് ആദ്യം മത്സരത്തിലേക്ക് ഇറങ്ങുന്നത് വിദ്യ. ഒരു കാര്യം മനസ്സിലാക്കുക, ടീം എ വന്ന് മത്സരമൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് അറിയാമോ? നിറം മാറി. അറിഞ്ഞോ? നമ്മുടെ നിറം ഏതാണ്? റെഡ്. റെഡ്. പിങ്ക് ആണ്. പിങ്ക് റെഡ് എങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി ഗെയിമിന്റെ ആചാരങ്ങളെല്ലാം അറിയാലോ. എന്താ ചെയ്യേണ്ടത്? ഇനി സ്വയം പറഞ്ഞോളൂ. എന്താ ചെയ്യേണ്ടത്? കൈ മുഷ്ടി ഇവിടെ വെക്കുക. ഒരു കൈ ബാക്കിൽ പിടിക്കുക. വെരി ഗുഡ്. കുട്ടി വേറെ ലെവല് ചെയ്തോളൂ. പിന്നെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. 1, 2. കടപ്പുറത്ത് ഞണ്ടോടുന്ന പോലെ ഉണ്ട്. 3, 4, 5, 6, 7, 8. Go. ഒന്ന് സ്റ്റാൻഡ് ആയിട്ട്. പോട്ടെ. അങ്ങോട്ട്. അതന്നെ. ഓക്കെ, ബാലൻസ്. ഒന്ന് ഫോക്കസ് ചെയ്ത്.
focus ചെയ്യ്. അത് തന്നെ വെരി Focus ചെയ്യ്, focus ചെയ്യ്. വെരി ഗുഡ്. ഇങ്ങോട്ട് focus ചെയ്യ്. focus ചെയ്യ്. ആ ഒറ്റ ബോളെ കുട്ടിക്ക് പറ്റുള്ളൂ. 4. ലാസ്റ്റ് 2 ചാൻസ്. ആ ബോൾ രാശിയില്ല. ഗുഡ് ജോബ്. എന്താ സംഭവിച്ചേ? അതറിയാൻ പാടില്ല അവിടെ അറിയാൻ പാടില്ല. എന്റെ കുറ്റം അല്ല, ഇത് ബോളിന്റെ കുറ്റമാണ് അല്ലേ? ഇത് എന്റെ കുറ്റാണ്. ഇത്രയും തള്ളി വിട്ടതിന്റെ കുറ്റാണ്. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 ബോൾ ഇട്ടു, അതിൽ 1 മാത്രമേ വീണിട്ടുള്ളൂ. 20 points ഇട്ടിരിക്കുകയാണ്. വേറെ 20 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇനി അവിടെ ചെന്നിരുന്ന് കൂട്ടുകാരികൾ മത്സരിക്കുന്ന ഇരുന്ന് കാഴ്ചക്കാരിയായിട്ട് കാണുക. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ടീം ബിയിൽ നിന്ന് വിദ്യ വന്നു, 20 പോയിന്റ് മാത്രം നേടി. ഇനി വീണ്ടും പൂജ വരുന്നു. പൂജയെ പൂജിച്ചിട്ട് ഞാൻ വിളിക്കുകയാണ്. ഒരുപാട് പോയിന്റ് നേടണം. ഓടിവാ. Your time starts now. 3, 2, 1, go. 1, 2, 3, 4, 5, 7, 8, go. അവിടെ അല്ല, അത് വിട്ടേ. ടീമിനോട് അട്രാക്ഷൻ. ഡോണ്ട് ഇതിനോടൊന്നും പറ്റിക്കല്ലേ. ഗുഡ് ജോബ്. ഗുഡ് ജോബ്. ഒന്നുകൂടി. അയ്യോ, 3 ബോളായി. 4 ആയി. മെല്ലെ മെല്ലെ 5 ആയി. ലാസ്റ്റ് ചാൻസ്. എത്ര ബോൾ ഇട്ടു? കുട്ടിയുടെ 2 എണ്ണം. 40 പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതെ. ഒന്നും കൂടെ തല പെടലി ഒന്ന് കുലിക്കേ. അത് പെട്ടെന്ന് കിട്ടുമോ? വന്നു. അതങ്ങനെ വന്നു. ദേ വന്നു. ഓക്കെ, ഒരു മ്യൂസിക് ഇട്ട് കൊടുത്തേ. ഒരു മ്യൂസിക് തരാൻ, പെടലി ഉളുക്കിക്കൊണ്ടങ്ങ് പോകണം. എനിക്കൊരു സംശയമുണ്ട്. ഇവര് നിങ്ങളുടെ ടീമിന് അതുപോലെ സ്കോർ പ്രകാരം കോപ്പി അടിക്കാണ്. ആദ്യത്തെ ആള് 1 ഇട്ടു, രണ്ടാമത്തെ ആള് 2 ഇട്ടു, ഇനി മൂന്നാമത്തെ ആൾ എന്താ ചെയ്യുന്ന അറിയാൻ പാടില്ല. ഒന്നും ഇടാൻ പോകുന്നില്ല. ചിഞ്ചു, your time starts now. 3, 2, 1, go. പോട്ടെ. 1, 3, 4, 5, 6, 7, last round 8. Yes, go. Pass. വേണ്ട. അവനെ ഇഷ്ടപ്പെടുത്ത. അവനെ വേണ്ട, നമുക്ക് വേണ്ട. പോ. നോക്കിയിട്ട് ഫോക്കസ് ചെയ്യ്. എങ്ങനെ വേണം കിട്ടോ? മോളെ മെല്ലെ നോക്കിയിട്ടിട്. അവിടെ നോക്കിയിട്ടിട്. ഒന്നുകൂടി കുറച്ചൊന്ന് നോക്കിയിട്ടിട്. 4 ചാൻസ്, 2 ചാൻസേ ഉള്ളൂ. Last 2 chances. ലാസ്റ്റ് ചാൻസ് ഒറ്റ ഒന്നേ ഉള്ളൂ. കളഞ്ഞില്ല ഫുള്ള്. എന്നിട്ടില്ല, നാണക്കേടാണ്. ഇതെന്താണ് ബോൾ അതിലിടുമ്പോ ഭയങ്കര പേടിയുള്ള ഹൈറ്റ് ഇല്ലാത്തതിനോട്. ഇപ്പൊ ഹൈറ്റ് ഉണ്ടെങ്കിൽ മറച്ചാണ്. ശരിക്കും പറഞ്ഞ ചിഞ്ചു പറഞ്ഞ ഇവിടെ ഇതിന്റെ ഹൈറ്റും ഈ കറക്കൊന്നും ശരിയല്ല, അതുകൊണ്ടാണ് ഈ ഇടാൻ പറ്റാത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് തരണം. ഇതൊക്കെ ഇങ്ങനെ ചെയ്താണ് എന്തെങ്കിലും നടക്കുമോ? ഞാൻ ഹൈറ്റ് കുറവായിരുന്നു. അവിടുന്ന് ആരോ പറഞ്ഞല്ലോ ഇത് ഇവിടുത്തെ ഗെയിം സെറ്റ് ചെയ്ത്. ശരിയാ. ഞങ്ങള് തന്നെ 3 പേര് പൊക്കം ഇല്ലല്ലോ, അവർക്ക് 3 പേർക്കും പൊക്കം ഉണ്ട്. അപ്പൊ അവരുടെ ഹൈറ്റിനോട് ചേർന്നാണ് അത് വെച്ചേക്കണത്. അത് ഇറക്കി തന്നെയായിരുന്നു കുറച്ച്. അപ്പൊ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതൊരു 30 എപ്പിസോഡ് കഴിഞ്ഞു. 30 എപ്പിസോഡിൽ ഇതുപോലെയാണ് കുറെ കുട്ടികളൊന്ന് കറങ്ങിട്ട് പോയത്. എന്നാലും അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്താ വേണ്ടേ? ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ചെയ്ത് കാണിച്ചാ. ഞാനോ? ട്രൈ ചെയ്ത് കാണിച്ചോ. എനിക്ക് ഹൈറ്റ് കുറവല്ല, നീ ചെയ്ത് സൂരജാണ് ചെയ്ത് കാണിക്കാൻ. കുട്ടിക്ക് നല്ലൊരു കൈയുടെ.
ദീപന് ഫസ്റ്റ് ചാൻസ്. ദീപൻ അവര് ഹൈറ്റിനെ കുറ്റം പറഞ്ഞു. സോ എടാ ഒരു 2 കറക്കം പോരെ. അല്ലല്ല 5 കറക്കം. ദീപനായതുകൊണ്ട് 5 കറക്കം. ഒന്നാമത് ഓൾറെഡി ദീപന്റെ തല കറങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് 5 കറക്കം മതി. ശരി. 2 3 4 5 go 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 go. അമ്പടമെടുക്ക. നിങ്ങളെ ഹൈറ്റ് പറഞ്ഞാൽ എടുത്ത കണ്ട. 4 5 6 എണ്ണത്തിൽ 3 എണ്ണിട്ട് ദീപൻ. ഇനി സൂരജ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. 2 3 5 ഒരു കാര്യം മനസ്സിലായി, സാധാരണ നിങ്ങൾ കുറ്റം പറഞ്ഞ പൊക്കമില്ലായ്മയാണ്. പക്ഷെ പൊക്കമില്ലായ്മയാണ് എനിക്കിവിടെ ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. കാരണം എനിക്ക് ബോൾ ഇടാൻ പറ്റും. ഇവിടെ പൊക്കം കൂടിയതുകൊണ്ടാണ് ഒരു ബോൾ കുറഞ്ഞു പോയി. ഞാൻ 3 ഇട്ടു, ഇവിടെ 2 ഇട്ടു. ഇപ്പൊ എന്ത് പറയുന്നു? ദീപകേട്ടൻ എന്നെക്കാളും കുറച്ചുകൂടി പൊക്കമില്ലേ? അപ്പൊ ചേട്ടൻ 3 എടുത്തേ, ഞാൻ 2 ബോൾ ഇട്ടില്ലേ? അല്ലല്ലേ? ഞാനോ? ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ കാണുന്നില്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ അടിമപ്പണിയാണ്. ഈ ഗെയിമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴേ ആദ്യം ഞങ്ങളെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോഴേ ആ ഡയറക്ടറുടെ ഭാവം എന്തായിരിക്കും? ഓക്കെ, എന്തായാലും നമ്മുടെ ആദ്യ മത്സരം ബോയിങ്ങിൽ നേരെ വാ നേരെ പോ മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ടീം എ നേടിയിരിക്കുന്നത് 100 പോയിന്റ്, ടീം ബി 60 പോയിന്റ്. പ്രേക്ഷകരിൽ നിന്നാണ് ഇന്നത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും എത്തിയിരിക്കുന്നത്. പക്ഷെ അവർക്ക് ആദ്യം നമ്മുടെ ഈ സെറ്റിൽ വന്നപ്പോൾ ഒന്ന് യൂസ്ഡ് ആവാൻ കുറച്ച് ടൈം വേണം. അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒക്കെ അവരിൽ കാണാനുണ്ട്, കുറച്ച് നെർവസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവർക്ക് കുറച്ച് സമയം കൊടുക്കാം. ആ ഇടയിൽ ഒരു ചായയും പരിപാടി കൊടുക്കാം. നിങ്ങളൊന്ന് കാത്തിരിക്കുക. ദിസ് ഈസ് ബോയിങ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Boing, boing. Yes, welcome back to the show. This is Boing. ബോയിങ്ങിന്റെ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ ടീം എ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടീം ബി തൊട്ട് പുറകിൽ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ മാറ്റങ്ങൾ ഇനിയും സംഭവിക്കാം. സൂരജ്, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എപ്പോഴും ഫൈറ്റ് കൂടുന്ന, ഇപ്പൊ ചേട്ടനും അനിയനും ആണെങ്കിലും അതുപോലെ സഹോദരിമാർ തമ്മിലാണെങ്കിലും കുട്ടിക്കാലത്ത് നമ്മൾ ഫൈറ്റ് കൂടും. കൈ കിട്ടുന്ന തലയണ അതുപോലെ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് എറിയും ഇങ്ങോട്ട് എറിയും. അങ്ങനെ 1-1.5 ഫൈറ്റ്. അപ്പോഴാണ് അച്ഛനും അമ്മയും ചാടി വീഴുന്നത്. അല്ല, ആ കാലത്തെ തലയണ എന്ന് പറഞ്ഞ ഉള്ളിൽ പഞ്ഞുള്ളതായിരിക്കും. ആ സംഭവം റൂം മൊത്തം വിതറിയിട്ടുള്ള ഒരു അനുഭവം ഒരുപാട് അത്രയൊക്കെ വലിയ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അച്ഛനും അമ്മയും നമ്മൾ പെരുന്നാൾ പോലത്തെ അടി കിട്ടിയ ആ ഒരു നൊസ്റ്റാൾജിയ ഈ കാണുന്ന പ്രേക്ഷകർക്ക്, ഇവിടെ മത്സരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ്. ആ മത്സരത്തിന്റെ പേരാണ് തലയണ മന്ത്രം. തലയുടെ മന്ത്രത്തിന്റെ ആചാരം ഇവിടെ കാണുന്ന ഒരു റോളിംഗ് ട്യൂബാണ്. അവിടെ ഒരു ബോർഡർ ലൈൻ കാണാം, 2 സൈഡ് പില്ലോ അടുക്കിയിരിക്കുന്നത് കാണാം. ടീം എയിൽ നിന്ന് ഒരാൾ മത്സരിക്കാൻ വരും, ടീം ബിയിൽ നിന്ന് ഒരാൾ മത്സരിക്കാൻ വരും. ആ തലയണ ഹോൾഡ് ചെയ്തുകൊണ്ട് നടുക്കുള്ള റെഡ് മാർക്ക് ക്രോസ് ചെയ്യുക. റെഡ് മാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ടീമിന് കിട്ടും 50 പോയിന്റ്. ഓപ്പോസിറ്റ് ടീമിനെ അടിച്ചിടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ 150 പോയിന്റ് കിട്ടും. അതായത് ഓപ്പോസിറ്റ് ടീം വരുന്ന സമയത്ത് അയാളെ നമ്മൾ അടിച്ച് താഴെ ഇടുകയാണെങ്കിൽ കിട്ടുന്നത് 100 പോയിന്റ്സ് ആണ്. മാത്രമല്ല പോകുന്ന സമയത്ത് നമ്മൾ ബോർഡർ ലൈൻ ക്രോസ് ചെയ്താൽ കിട്ടുന്നതും 50 പോയിന്റ് ആണ്. അങ്ങനെ ടോട്ടൽ 150 പോയിന്റ് കിട്ടാവുന്ന റൗണ്ട്. ഇതിനകത്ത് 150 എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആളിനെ നമ്മൾ അടിച്ചിടുക, ആളുടെ കയ്യിൽ പില്ലോ പോയി കഴിഞ്ഞാലും പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മൂവിംഗ് ഓൺ ടു ദ ഗെയിം. ഫസ്റ്റ് ടീം എയിൽ നിന്ന് തലയുടെ മന്ത്രം മന്ത്രിക്കാനായിട്ട് വരുന്നു നീതു. ആൻഡ് ടീം ബിയിൽ നിന്ന് വിദ്യ. ഓൾ ദി ബെസ്റ്റ്. തലയണ കളയരുത്, തലയണ കളയരുത്, തലയണ കളയരുത്. അടിച്ചിട്, പൊളിക്ക്.
ഭാവിയിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട്ടിലെടുക്കുന്ന പോരാണ് നമ്മൾ മുൻകൂട്ടിയായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് പോ വിദ്യ തള്ളിക്കോ. എമ്മാതിരി തല്ല് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ഗരാട്ടെ ഗളരിപ്പോയിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? വിട്ടുകൊടുക്കൂല. എന്നാലും വിട്ട് കളഞ്ഞില്ലേ ഇത്രയും തള്ളിയിട്ട്. വിദ്യ നമ്മുടെ ടീമിൽ നിന്ന് ടീം എയിൽ നിന്ന് വിദ്യ ക്രോസ് ചെയ്തു 50 പോയിന്റ് കിട്ടി. ഓപ്പോസിറ്റ് അടിച്ചിട്ടു 100 പോയിന്റ് കിട്ടി. 100 പോയിന്റ്സ്. നീതു ഗുസ്തി മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? എനിക്ക് ഗുസ്തി പഠിക്കണമെന്നുണ്ടായിരുന്നു. പഠിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഫയർ ഉണ്ട്, അതുകൊണ്ടാണ് ആ കുട്ടിയെ. സത്യം പറ, ഈ കുട്ടിയുടെ അടി ഇച്ചിരി പ്രഹരം ഇച്ചിരി കൂടി പോയാ? എനിക്കും കിട്ടി നന്നായിട്ട്. നന്നായിട്ട് കിട്ടി. പുറത്ത് വെച്ച് ഇതിന്റെ വല്ല പലിശയും പാട്ടവും ഇല്ല. ഓക്കെ, അപ്പൊ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായില്ല. ഒരു പാട്ട് വന്നതുപോലെ സുഹൃത്തുക്കൾ എന്താ കാണിക്കോ? മ്യൂസിക് പ്ലീസ്. വീറും വാശിയും നിറഞ്ഞ തലേണ മന്ത്രത്തിന്റെ ആദ്യ മത്സരത്തിൽ രണ്ട് കുട്ടികളുടെ ഫൈറ്റ് കഴിയുമ്പോൾ ഇനി കുറച്ച് പേര് ഞങ്ങൾ അടികൂടാൻ ഇങ്ങനെ വാശിയോടെ നിൽക്കുകയാണ്. അങ്ങേയറ്റം എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. ഇതിന് വലിയ തല്ലുണ്ടാവുന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ ഞങ്ങൾ കാഴ്ചക്കാരായിട്ട് നിങ്ങളെ തല്ലേണ്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല നിങ്ങൾ അടികൂടി പിരിയണമെന്ന്. വീറും വാശിയും നിറഞ്ഞ തലേണ മന്ത്രത്തിൽ മത്സരിക്കാനായിട്ട് തല്ലുകൂടാനായിട്ട് വരുന്നു നിത്യ ടീം എയിൽ നിന്ന്. ടീം ബിയിൽ നിന്ന് തല്ല് കൊടുക്കാൻ വരുന്നു പൂജ. Nitya, Pooja, all the best. Your time starts now. 3, 2, 1, go. വീഴരുത്. നിത്യ ഗോ, ഫ്രണ്ടിൽ പോ. ഫ്രണ്ടിലോട്ട് പോ. നിത്യ പോ. ഫ്രണ്ടിലോട്ട്. ഓക്കെ. എന്റെ ടീമിലെ കുട്ടിയുടെ കിട്ടെ നമ്മുടെ മനസ്സിൽ എന്തായിരുന്നു? എങ്ങനെയെങ്കിലും ഒഴിവാകുന്നുള്ളതായിരുന്നാ? അല്ല, എനിക്ക് താല്പര്യം ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രയും തടിച്ച ഞാൻ ചോദിക്കട്ടെ, അയാളുടെ തടിക്കായി കുറ്റം എന്താ ഭയങ്കര മോശമല്ലേ ഒരു കുട്ടി ഒരു ഷോയ്ക്ക് അത് ഇത്ര തടിച്ചെന്ന് വിളിക്കുന്നത്? നല്ല ഇതുണ്ട്, കഴിവുണ്ട്. പക്ഷെ കഴിവുണ്ട്. എനിക്കങ്ങനെ സ്വയം കഴിവില്ലാത്ത ഒരാളാണെന്ന് അംഗീകരിച്ചു. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. കാരണം എനിക്ക് ആ ചേച്ചിനോട് ഞാൻ ചോദിക്കട്ടെ പൂജ, എനിക്ക് തോന്നുന്നു പൂജ വിട്ടുകൊടുത്തതാണോ ഇനി? ഞാൻ വീണിട്ടില്ല. പക്ഷെ അല്ല, ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ മത്സരത്തിൽ ചിലപ്പോൾ അവർക്ക് പോയിന്റ് പാവം പിള്ളേർ ജയിക്കട്ടെ വിട്ടുകൊടുത്തതല്ലാണോ? അങ്ങനെ നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങനെ. ഓക്കെ, എന്തായാലും രണ്ടുപേരും അടി നമുക്കൊന്ന് കോംപ്രമൈസ് ആക്കണ്ടേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിട്ട് മുരുക ഒരു പാട്ടിട്ട് കൊടുത്ത തപ്പടിക്കിട തകിലടിക്കിട നീ അടിറാസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. തലേണ മന്ത്രത്തിലെ ഗംഭീര ഫൈറ്റ് രണ്ടാമത് കഴിയുമ്പോൾ ടീം എക്ക് കിട്ടിയിരുന്നത് 150 പോയിന്റ് ആണ്, ടീം ബിക്ക് 0 പോയിന്റ് ആണ്. എന്താണ് നിങ്ങൾ? കൊട്ടാരം പത്തച്ചാറ ഒഴിച്ച് നാറ്റിച്ചു. കൊട്ടാരം കുളം തോണ്ടി. സൂരജിന്റെ ടീമിനെ പറ്റി സൂരജിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും എന്റെ ടീമിനെ പറ്റി എനിക്ക് നല്ല പ്രതീക്ഷയും ധാരണയൊക്കെ ഉണ്ട്. ടീം എയിൽ നിന്ന് വരുന്നു ശാലിനി. ടീം ബിയിൽ നിന്ന് ചിഞ്ചു. കുറച്ച് പ്രതീക്ഷയുണ്ട്. ഓടിപ്പോ.
ചിഞ്ചു, ശാലിനി, all the best. Your time starts now. 3, 2, 1, go. ശാലിനി 150 പോയിന്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ സന്തോഷം നമുക്ക് അടിച്ചു പൊളിക്കാം. ടീം എയും ടീം ബിയും മ്യൂസിക് പ്ലീസ്. ബോയിലെ രണ്ടാമത്തെ മത്സരം തലേണ മന്ത്രം അതിഗംഭീരമായിട്ട് വീറും വാശിയോടെ ടീം എയും ടീം ബിയും മത്സരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഫൈനൽ ടീം എക്ക് കിട്ടിയിരിക്കുന്നത് 400 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈയടി. സൂരജ് ദുഃഖിക്കേണ്ടളിയാ, മത്സരം ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല. പക്ഷെ എന്തായാലും എനിക്ക് അറിയാം ഭയങ്കര താല്പര്യം. നീ തന്നെ അത് പറയണം. ടീം ബിക്ക് എത്രയാണ് കിട്ടിയേ? എത്ര നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ 300 ഉണ്ടോ? എത്രയുണ്ട്? 50. 50. നീ അത് ശരിക്കും പറ, എനിക്കത് കേൾക്കണം. നിന്റെ വായുന്നത് കേൾക്കാൻ ഭയങ്കര ആഗ്രഹം. 50 പോയിന്റ്. 50 പോയിന്റ് ആണ് ടീം ബി കിട്ടിയിരിക്കുന്നത്. മത്സരം ഇതുകൊണ്ടൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. മത്സരം പോയിന്റ് ഒക്കെ മാറാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രേക്ഷകരും ഞങ്ങൾ കണ്ടസ്റ്റൻസും എല്ലാവരും ഇഷ്ടപ്പെടുന്ന മത്സരമാണ് വരാൻ പോകുന്ന. ഒരു നിമിഷം ഒന്ന് കാത്തിരിക്കൂ. ദിസ് ഈസ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. മത്സരങ്ങളുടെ ആവേശത്താൽ ആഘോഷത്തിന്റെ പൂത്തിരി കത്തുന്ന ഷോ ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. അപ്പോ ഒന്നാമത്തെ റൗണ്ട്, രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു. നിങ്ങളുടെ ടീം ബഹൂരം മുമ്പിൽ നിൽക്കുന്ന ഒരു സമയം. പ്രതീക്ഷയുണ്ടോ? ഇനി പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾക്ക് ഇച്ചിരി പ്രതീക്ഷ ഇല്ലായില്ല. ആ മത്സരത്തിന്റെ പേരാണ് സൂരജ് താമരശ്ശേരി ചുരം. രണ്ട് ടീമിനും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. ഓൾ ദ ബെസ്റ്റ്. താമരശ്ശേരി ചുരം കയറാനായിട്ട് ടീം ബിയും ടീം എയും അവിടെ ഓൾ സെറ്റ് ആണ്. ഇനി ആ ബോൾ കയ്യിലെടുക്കാം ഒരുമിച്ച്. ഇനി താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go.
പോലെ കേറ് കേറ് കേറ്. Last 2 minutes. Last 30 seconds only. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time out. അപ്പൊ എല്ലാരും ഒരുമിച്ച് ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. കമോൺ. ചെന്തെങ്കിലും പൊന്നിളവിയേറുണ്ടേ ചെറുതേന്മാവിലും മാമ്പഴമിന്നുണ്ടേ ഇളനീർ മുത്തി കട്ടുകുടിക്കാൻ ഇത് വഴിയേ വായോ ഈ മാമ്പഴം ഒന്ന് കടിച്ചു രസിക്കാൻ ഇതിലേ നീ വായോ. അനുനിമിഷം ആവേശം നൽകുന്ന എല്ലാ മത്സരങ്ങളും ബോയും ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും അറിയണ്ടേ? എന്താണ് എക്സ്പീരിയൻസ്? അടിച്ചു പൊളിച്ചു. അടുത്ത ആള് അടിച്ചു പൊളിച്ചോ? കൂട്ടുകാരിയായിട്ടൊക്കെ വന്നിട്ട് പൊളിച്ചു. ഇതെന്നും ജീവിതത്തിൽ ഓർക്കുന്ന ഒരു നിമിഷമായിരിക്കും. ഒരു ദിവസം കൊണ്ടൊന്ന് സ്റ്റാർ ആയില്ലേ? ഓക്കെ, വെരി ഗുഡ്. അങ്ങേ എപ്പടി ഇരുന്നത്? I enjoyed a lot. ഓക്കെ, വെരി I ഗുഡ്. miss my family here. I miss my friends here. ഓക്കെ, அம்மா அப்பா யாருக்குமே தெரியாது நான் இங்க வந்தது. അവരെ എല്ലാവരുമേ പിടിച്ച് ഇരുത്തിയിട്ട് പാക്ക കൊടുക്കുങ്ക. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അതെ, ഇനി ഇവിടെ ഇവിടെയാണ് എന്താ ചോദിക്കാനുള്ള വിദ്യ. പൊളിച്ചടുക്കി വിദ്യയുടെ എല്ലാ വിദ്യകളും ഇവിടെ എടുത്തോ ശരിക്കും? ഏകദേശം. എന്താണ് അനുഭവം? എന്താ ഫീൽ? വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കളിക്കാൻ തോന്നുന്നുണ്ട്. ഓക്കെ, ഉഷാറായിട്ട് ഓക്കെ, വിളിക്കാം. എനിവേ സൂപ്പർ, ഗംഭീരായി. എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. പിന്നെ താമരശ്ശേരി ചൂരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പൂജ, അതായത് നിങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ ട്രൈ ചെയ്യുന്ന, നിങ്ങളെല്ലാം സ്ക്രീനിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് ഒരു ദിവസം നിങ്ങൾ ഇതിൽ വന്ന് നിങ്ങൾ ഇനി ടി വിയിൽ കാണാൻ പോവുകയാണ് ബോയിങ് ഷോയിലൂടെ. എന്താണ് അപ്പോൾ പറയാനുള്ളത്? ഇനിയിപ്പോ ഓഡീഷന് പോവുകയാണെങ്കിൽ തന്നെ ഭയങ്കര എന്താ പറയാ, ഇനിയിപ്പോ ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ചൊരു ക്യാമറ ഫിയർ ഒക്കെ മാറി. അതൊക്കെ മാറി, ടെൻഷൻ മാറി. ചിഞ്ചു എന്തിനാ ഇന്ന് വന്നത് പറയും? എനിക്ക് പണി തരാൻ വേണ്ടിട്ട് വന്നതായിരുന്നോ? സൂരജേട്ടനെ കാണാൻ വേണ്ടി വന്നത്. ആദ്യം മുതലേ കുട്ടി അവാർഡാണ്. വന്നപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ പോകുമ്പോ കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ടെൻഷനായി. ആ ടെൻഷൻ മൊത്തം ഇങ്ങോട്ട് വന്നിട്ട് പോയി. താങ്ക് യു. എന്തായാലും ടീം എയും ടീം ബി അവരുടെ അനുഭവം പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയാണ് ഇന്ന്. അവർ വളരെയധികം ആസ്വദിച്ചിട്ടുണ്ട്. നമുക്കിനി ആരാണ് വിജയിച്ചതെന്ന് അറിയണ്ടേ? മാർക്കുകൾ അറിയണ്ടേ? ഇന്നത്തെ ഈ ഒരു അംഗം കഴിയുന്ന സമയത്ത് മാർക്കുകൾ ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോവാണ്. നിങ്ങളൊക്കെ കയ്യും കാലൊക്കെ പിടിച്ചിരുന്നോളൂ, ഉറക്കെ പിടിച്ചിരുന്നോളൂ. ഫസ്റ്റ് റൗണ്ട്, അതായത് നമ്മുടെ നേരെ വാ നേരെ പോ റൗണ്ട് കഴിയുമ്പോൾ ടീം എ നേടിയത് 100 പോയിന്റ്സ്, ടീം ബി നേടിയത് 60 പോയിന്റ്സ്. 40 പോയിന്റ് അവിടെ പോയേ. രണ്ടാമത്തെ റൗണ്ടിലേക്ക് വന്നപ്പോൾ തലയണ മന്ത്രത്തില് ടീം എ നേടിയത് 400 പോയിന്റ്, ടീം ബി നേടിയത് 50 പോയിന്റ്സ്. മൂന്നാമത്തെ റൗണ്ട് താമരശ്ശേരി ചുരത്തിയപ്പോ രണ്ട് ടീം ഒരുപോലെ 400 വീതം നേടി. ടോട്ടലി നോക്കുമ്പോ ടീം എ നേടിയത് 900 പോയിന്റ്സ് ആൻഡ് they are the winners. Wow! Congratulations! ടീം ബി നേടിയത് 510 പോയിന്റ്. ഇതെന്താണ്? SLCയുടെ മാർക്കാ. വിന്നിംഗ് ടീമായ ടീം എ അവർക്ക് കിട്ടുന്നത് ഫോർ വിഷ് മാട്രസ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇന്നത്തെ എപ്പിസോഡിലെ റണ്ണറപ്പ് ടീമാണ് ടീം ബി. അവർക്ക് കിട്ടുന്നത് ഓർബിസ് ക്രിയേറ്റീവ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. കണ്ടല്ലോ, കൺഗ്രാറ്റുലേഷൻസ്.
ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ വിദ്യയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV ആണ്. കൺഗ്രാറ്റുലേഷൻസ് വിദ്യ. മത്സരം അവസാനിക്കാനുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഓരോ ദിവസം മത്സരം അവസാനിക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടായിരിക്കും അടുത്ത ദിവസം ഞങ്ങൾ എങ്ങനെയാണ് വരാൻ പോകുന്നത്, എന്ത് ഗെയിമാണ്, ആരൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണുക. ഇന്നത്തേക്ക് പോകാനുള്ള സമയമാണ്. This is Boing Boing. It's me Deepan signing off. And Suraj. Bye bye. Take care. Good night.